പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ പ്രഭാതവും നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെയാണെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒപ്പം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവവചനത്തിനായി നമുക്ക് അടുത്തു ചെല്ലാം. 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ അവൻ ഇപ്രകാരം സ്തോത്രം കാണുന്നു: ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളോടുള്ള സ്നേഹവും കരുതലും വളരെയാണ്. അതിൻ്റെ വ്യാപ്തി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ സ്നേഹിക്കുന്ന, തനിക്ക് വേണ്ടി കരുതുന്ന മാതാപിതാക്കൾ ഉണ്ടെന്നുള്ള ബോധ്യം മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ആത്മവിശ്വാസവും സുരക്ഷിത ബോധവും വാക്കുകൾക്ക് അതീതമാണ്. അതുപോലെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമായ നാം ദൈവത്തിൻ്റെ സ്വന്തം സ്വത്താണ്. ദൈവം നമ്മുടെ പിതാവും നാം ദൈവത്തിൻ്റെ മക്കളുമാണ്. മക്കൾക്ക് പലപ്പോഴും മാതാപിതാക്കളെക്കുറിച്ച് വേണ്ടത്ര അറിവോ വിചാരങ്ങളോ ഇല്ലെങ്കിലും മാതാപിതാക്കൾക്ക് എപ്പോഴും മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവരും അവർക്കായി ജീവിക്കുന്നവരുമാണ്. ദൈവത്തെക്കുറിച്ച് വേണ്ടത്ര അറിവും ചിന്തയും ഇല്ലെങ്കിലും ദൈവത്തിന് മക്കളെക്കുറിച്ച് എപ്പോഴും ചിന്തയുണ്ട്. നാം ദൈവത്തിൻ്റെ സ്വത്താണെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ പിതാവായ കർത്താവ് നമ്മുടെ ദൈവമാണെന്ന സത്യം നാം തിരിച്ചറിയണം. ഇനി നാം ഏതെങ്കിലും മതരാഷ്ട്രീയ വർഗീയ സംഘടനകളുടെയോ ഏതെങ്കിലും സമ്പന്നരുടെയോ ശക്തികളുടെയോ വകയല്ല. എന്തിനേറെ പറയുന്നു, നാം നമ്മുടെ പോലും സ്വന്തമല്ല. എപ്പോഴും നാം ദൈവത്തിൻ്റെ സ്വത്താണെന്ന കാര്യം മറന്നു പോകാതെ എപ്പോഴും ഓർക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വിലപ്പെട്ടത് തൻ്റെ ജീവനാണ്. ജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിന് മനുഷ്യൻ എന്തും ചെയ്യും, എന്തും നഷ്ടപ്പെടുത്തും. എന്നാൽ കർത്താവ് തൻ്റെ ജീവൻ മറുവിലയായി കൊടുത്തുകൊണ്ടാണ് നമ്മെ സമ്പാദിച്ചിരിക്കുന്നത്. നാം ചെയ്ത പാപത്തിൻ്റെ ഫലമായ മരണം ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് തൻ്റെ ജീവൻ പകരം കൊടുത്തുകൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വിലയില്ലാത്ത നമ്മെ വിലയ്ക്ക് വാങ്ങി വിലയുള്ളതാക്കി തീർക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. തൻ്റെ ജനത്തെ ലോകത്തിൽ ശ്രേഷ്ഠരായി കാണുകയും അവർക്ക് ബഹുമാനവും ബഹുമതിയും വരങ്ങളും നൽകിക്കൊണ്ട് ദൈവം അവരെ മാനിക്കുകയും ചെയ്തു. ദൈവം നമ്മെ തൻ്റെ സ്വന്തം ജനമായി തീർത്തിരിക്കുന്നു എന്നും നാം ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളാണെന്നുള്ള തിരിച്ചറിവും കൊണ്ടും ഈ ലോകത്തിൽ ദൈവത്തിനായി ജീവിക്കുവാൻ നമ്മെ ഈ പ്രഭാതം സഹായിക്കട്ടെ. നമുക്ക് നിത്യതയിൽ എന്തെങ്കിലും നിക്ഷേപമുണ്ടോ? ദൈവം നമ്മിൽ നിക്ഷേപിച്ചത് നാം വ്യാപാരം ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും ശോധന ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. നമുക്കൊരുങ്ങാം. പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന് അടുത്തു ചെല്ലാം. വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ, ഭയത്തോടുകൂടെ, ഭക്തിയോടുകൂടെ കർത്താവിൻ്റെ വരവിനെ സ്തോത്രം വരവേൽക്കാം. അതിനായി സ്തോത്രം നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിന് നമുക്ക് ഈ പ്രഭാതം പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതവും ഞങ്ങൾ ദൈവസന്നിധി സ്തോത്രം വിലയേറിയ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മെ വിലയ്ക്ക് വാങ്ങിയ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, ഈ ലോകമോഹങ്ങളിൽ ഞങ്ങൾ വീണു പോകാതെ ഈ ലോകത്തിൻ്റെ എല്ലാ സ്തോത്രം ഹല്ലേലൂയ പാപച്ചേറ്റിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്ത നല്ല നാഥനെ ഞങ്ങൾ ഈ പ്രഭാതം നാഥൻ്റെ സ്തോത്രം ജീവന്റെ വില ഞങ്ങൾ കർത്താവെ നല്ല സാക്ഷികളിൽ കൂടെ സ്തോത്രം വിലയുള്ളതാക്കി തീർത്ത് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ സ്വർഗം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ വിലയേറിയ ദാസിദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും ആരോഗ്യവും സമാധാനവും സന്തോഷവും പകരണമേ. എല്ലാവിധമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ അനുഗ്രഹങ്ങളും പകരണം, അകറ്റമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.